ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC തിരുവനന്തപുരത്തിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നു. നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ. കാരണം അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉദ്യോഗാർത്ഥികളാണ് നമ്മളെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സാറേ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആടുജീവിതത്തിൽ ബെന്യാമിൻ പറഞ്ഞ പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആ ഉദ്യോഗാർത്ഥികൾ അനുഭവിച്ച് അവരുടെ പ്രതീക്ഷകളാണ് PSC എന്നേക്കുമായിട്ട് തകർത്തത്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഡിലീഷനും 1 മാർക്ക് ക്യാൻസലുമാണ് പോയത്. ഏകദേശം 6 മാർക്കാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. പല ഉദ്യോഗാർത്ഥികളുടെയും ആ ഒരു മാർക്ക് പോയി. അപ്പോൾ അവർക്ക് ആ ഉണ്ടായ ഒരു ടെൻഷനും അതേപോലെ തന്നെ എന്താ അവരുടെ ആ ഒരു ഫീല് എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം അവർ സങ്കടത്തോടു കൂടിയാണ് വിളിച്ച് സംസാരിച്ചത്. കാരണം 5 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 0.33 വെച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയായിരിക്കും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വരുന്നതെന്നുള്ളത്. അപ്പോൾ 5 മാർക്ക് ഡിലീഷനും 1 മാർക്ക് ക്യാൻസലും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് 1-2 ചോദ്യങ്ങളൊക്കെ, കാരണം മനുഷ്യരാണിത് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ പോരായ്മകളൊക്കെ വരാം. പക്ഷേ 5 മാർക്ക് ഡിലീഷൻ, അതും ഉത്തരം ഉണ്ടായിട്ട് പോലും PSC അവരോട് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഈ ഒരു അവസരത്തിൽ മൻസൂർ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഉദ്യോഗാർത്ഥിയുടെ ഒരു കുഴപ്പമല്ല ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു എക്സാം നടത്തുമ്പോൾ അതിൻ്റെ ആൻസർ ഉണ്ടോ എന്നുള്ളതും, ആ ആൻസർ എല്ലാം കറക്റ്റ് ആയതാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡിലീഷൻ നടത്തിയത് എന്നുള്ളത് അറിയത്തില്ല. അത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ആ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അതായത് 5ഉം 6ഉം അതേപോലെ തന്നെ 7ഉം 8ഉം 10ഉം 1 വർഷവും 1.5 വർഷവും ഇതിനു വേണ്ടി കുത്തിയിരുന്ന് പഠിച്ച് പല ആളുകളുടെയും ആട്ടും തുപ്പും അതേപോലെ തന്നെ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നുപോയ ആളുകളാണ്. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എന്നേക്കുമായിട്ട് തല്ലിക്കെടുത്തുന്നത്. ഇങ്ങനെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രൊവിഷണൽ ആൻസർ കീ അന്ന് തന്നെ ഇടുന്നുണ്ട്. അതിൻ്റെ അകത്തെങ്കിലും ഇങ്ങനെ ചെറിയൊരു സൂചന ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചിലവരും. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വിളിച്ചൊരു ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത്, അവന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്ത് അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് അവൻ പഠിക്കാനായിട്ടിരുന്നത്. അപ്പോഴാണ് അവൻ്റെ അടുത്ത് ഈ ഒരു ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന എന്നുള്ളത്, വേദനയാണോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമാണ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ആ ഒരു കാര്യം PSC ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്ന അതെന്താവും എന്നുള്ളത് അറിയാൻ പാടില്ല. പ്രതികരിക്കുക എന്നുള്ളത്, എങ്ങനെ പ്രതികരിക്കണ്ടേ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ PSC ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുംചതി തന്നെയാണ് ഇങ്ങനെ പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തായിരുന്നു ഇന്ന് നിലവിലത്തെ ആ ഒരു എക്സാമിൽ ഇവർ നിലവിൽ ക്യാൻസൽ ചെയ്തും അതേപോലെ തന്നെ ഡിലീഷൻ ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം, ഇതാണ് 94/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്റെ അകത്ത് നമുക്കൊന്ന് നോക്കാം. അതായത് 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേക്കാണ്, ഡിലീഷൻ ആണ്. നിലവിൽ 23ാമത്തെ ചോദ്യം ഡിലീഷൻ ആണ്. അപ്പൊ 23ാമത്തെ ചോദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയതാണ്, എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോയത്. 23ാമത്തെ ചോദ്യം നിലവിൽ എന്ത് ചെയ്തേക്കാണ്, ഇതിൻ്റെ അകത്ത് ഡിലീഷൻ ആണ്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? അപ്പോൾ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ കോടതി, ഈ ഒരു ചോദ്യമായിരുന്നു. ഇത് എന്തെങ്കിലും ആവട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അത് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു ഡിലീഷനിലേക്ക് അത് പോകാനായിട്ട് പറ്റും. അപ്പോൾ 23ാമത്തെ ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാണ്, ഡിലീഷൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ആണ്. അത് 32ാമത്തെ ചോദ്യം നിലവിൽ ക്യാൻസൽ ആണ്. 32ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇത് എഴുതിയതാണ്. എന്നാലും ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ. കാരണം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ആക്ടിങ് ആയിട്ടുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, 32ാമത്തെ കുഴപ്പമില്ല, അത് എന്ത് ചെയ്യാം, അത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ലെവലിലേക്ക് എടുത്തിട്ടാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് സമ്മതം, കുഴപ്പമില്ല, അത് എന്തെങ്കിലും ആവട്ടെ എന്ന് വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് PSC അങ്ങനെ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ചോദ്യം എടുത്ത് നോക്കേണ്ടി വരും. 48ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. 48ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏതാണ്? ഓക്കെ, അപ്പോൾ
വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇതൊക്കെ. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷണൽ കീയിൽ എന്തെങ്കിലും ഒരു സൂചന നൽകാറുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രതീക്ഷ വയ്ക്കില്ല. പലരും നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി വരെ നിർത്തിയതിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് മാത്രമായിട്ട് ഇറങ്ങുന്നത്. അപ്പോഴാണ് 5 ഡിലീഷനും ഒരു ക്യാൻസലൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ 6 മാർക്കാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാറണത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാവുക. കാരണം അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് അവർ നമ്മളെ വിളിച്ചിട്ട് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 61. നിലവിൽ എന്ത് ചെയ്തേക്കാണ്? ക്വസ്റ്റ്യൻ നമ്പർ 61 അവരെന്ത് ചെയ്തേക്കാണ്? ഡിലീറ്റ് ചെയ്തേക്കാണ്. 61 നമുക്ക് നോക്കാം. 61ാമത്തെ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ലാൻ വാൻ മാൻ ക്യാൻ. എന്തിനാണ് അത് ചെയ്തത് എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ എന്താണ്, എനിക്ക് ഇതിൽ പറയാനായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടേതായ ലെവലിൽ നിങ്ങൾ കമന്റ് ഇടുക. ഇതൊക്കെ എന്തിനാണ് ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്നുള്ളത് അറിയത്തില്ല. അത് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് അവൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ സ്വപ്നമാണ് എന്നേക്കുമായിട്ട് തല്ലിക്കെടുത്തുന്നുള്ളത് ഇവരറിയുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മൻസൂർ സാറ് പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇവരെന്ത് ചെയ്യുക, ഇവരെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ലെവലിലേക്കൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നും പറയാൻ പറ്റണില്ല ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ അവരുടെ ആ വിഷമം നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഫീല്. അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം സങ്കടത്തോടു കൂടിയും അതേപോലെ തന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അവരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റിയില്ല. അത്രത്തോളം ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അത്. അതുകൊണ്ടാണ് ഞാൻ 69ാമത്തെ ചോദ്യം വീണ്ടും എന്താണ് കളയാണ്. 69ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ആ ഒരു ചോദ്യം എന്ത് ചെയ്യാണ്? നിലവിൽ ക്യാൻസലാണ്, നിലവിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ അതും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. അപ്പം അടുത്തത് എന്ന് പറയുന്നത് എത്രയാണ്? 76ാമത്തെ ചോദ്യം. 76ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. 76ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഇതും എന്തിനായിരുന്നു എന്ന് അറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്? നിലവിൽ 5 ചോദ്യങ്ങളും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിലവിൽ ക്യാൻസലേഷൻ. അങ്ങനെ മൊത്തം 6 പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറയുമ്പോൾ അവരുടെ എന്താണ് പ്രൊഫഷണൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ തന്നെ പ്രതീക്ഷയോട് കൂടിയാണ് ഇനി എന്താണ് ജോലിയിലേക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന ആ ഒരു മാർക്ക് അതിനേക്കാൾ കുറച്ചുകൂടിയും എന്താണ് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ പോകും. അതേപോലെ നിലവിൽ പഠനമാണെങ്കിൽ ആ പഠനം കുറച്ചുകൂടി ഊർജിതമാക്കി പോകാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികളൊക്കെ അത്രത്തോളം സങ്കടത്തോടു കൂടി നമ്മുടെ അടുത്ത് ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഒത്തിരി അധികം സങ്കടമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. കാരണം എപ്പോഴും ഇനി കൊല്ലം കണ്ണൂര് എന്താവും സ്ഥിതി എന്നുള്ളത് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആൻസർ ഉണ്ടായിട്ടും അത് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതാണ് അറിയാത്തത്. ഓക്കെ, കാരണം ആൻസർ ഉള്ള ചോദ്യങ്ങൾ എന്തിനാണ് പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത്? അത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയത്തില്ല എന്തിനാന്നുള്ളത്. അതേപോലെ ഇനി അടുത്തുള്ള എക്സാമുകളിലും എങ്ങനെയൊക്കെ ആയിരിക്കും വരും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകാനായിട്ട് പറ്റുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും. കാരണം നമ്മൾ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താണ്, ചില ഉത്തരങ്ങളൊന്നും നിലവിൽ എന്താണ് ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇല്ല എന്നുള്ളത് പറയാറുണ്ട്. അല്ലെങ്കിൽ ഉത്തരങ്ങൾ എന്താണ് നമ്മൾ ചില ഉത്തരങ്ങൾ തേടി പോവാതിരിക്കുകയായിരിക്കും നല്ലത് ജീവിതത്തിലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയത്തുള്ളൂ. ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല. ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിയോടും എന്താണ് PSC ഇങ്ങനെ ചെയ്യരുത്. കാരണം അത്രത്തോളം പ്രതീക്ഷയാണ് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഓരോ എക്സാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവര് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അത്രത്തോളം പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണത്. അത് എന്ത് പറഞ്ഞാലും അത് ഒരിക്കലും ഞാൻ ഈ പറയുന്നതിലൊന്നും അത് എന്താണ് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു സൊല്യൂഷൻ അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. മറ്റൊന്നും പറയാനില്ല. എപ്പോഴും കട്ട് ഓഫിനേക്കായൊക്കെ കൂടുതൽ മാർക്കിലേക്ക് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.